ഹായ് ഹലോ, കഥ ആൻഡ് ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യണത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ലോക. അപ്പോൾ ലോക മൂവി ഒരു വലിയൊരു സക്സസ് ആയി. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടീസർ ഇറങ്ങിയ സമയത്ത് വലിയൊരു എന്താ പറയുക എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ഇത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു. കാരണം നമ്മളെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഇരുന്ന് എപ്പോഴും ഒരു കോൺവെർസേഷൻ ഉണ്ടാവുമ്പോൾ ഭയങ്കര എന്താ പറയാ സിനിമ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്, ഇങ്ങനത്തെ ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. എങ്ങനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പം വലിയ വലിയ പടങ്ങൾ മാർവല് പരിപാടിയൊക്കെ ഉണ്ട്. നമുക്കൊരു യൂണിവേഴ്സ് കൊണ്ടുവരിക അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഇന്ത്യ ഓൺ ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് മഹാഭാരതം. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്പിൻ ഓവർ വെച്ചിട്ട്, ഐ മീൻ ഓരോ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഓരോ പടങ്ങൾ എടുക്കാം, അതൊരു മൾട്ടിവേഴ്സ് പോലെ ആക്കാം, യൂണിവേഴ്സ് ആക്കാം. ഇപ്പം കൽക്കിയൊക്കെ വന്നു മഹാഭാരതത്തിന്റെ എലമെന്റ് പിടിച്ചിട്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മളും പറയാറുണ്ട്. ആൻഡ് കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ പണ്ടത്തെ കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായി. ആൻഡ് ഇങ്ങനൊരു സിനിമ വരുന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിലാണ് ലോക ട്രെയിലർ ഇറങ്ങി. അപ്പോഴും ഇങ്ങനെയൊന്നും ആയിരിക്കും എന്നുള്ളൊരു ഐഡിയ ഇല്ലല്ലോ, കാരണം ട്രെയിലറിലും വല്ലാണ്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. ഒരു നല്ല കറക്റ്റ് ഉള്ള ഒരു ട്രെയിലർ, കറക്റ്റ് ആയിട്ടുള്ള കട്ടിലെ ഒരു ട്രെയിലർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് സിനിമയിലേക്ക് വന്നപ്പോൾ ദൈവമേ കിളിപോയി. കണ്ടിറങ്ങിയപ്പം എന്താ സംഭവിച്ചത് ആ ഒരു ഫീൽ ആയിരുന്നു. ഞാൻ ഒരു വട്ടം കണ്ടു, രണ്ടു വട്ടം കണ്ടു, ഇനി മൂന്നാമതും കാണാൻ പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ആ സിനിമയിൽ എന്തോ ഒരു ഫാക്ടർ ഉണ്ട് ഒന്നുകൂടെ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. ആൻഡ് ഇന്നലെ അതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സ് ആവട്ടെ, അതിന്റെ ടെക്നിക്കൽ ടീം ആവട്ടെ, പ്രൊഡ്യൂസർ ആവട്ടെ, ഒരു പോസ്റ്റ് പങ്കുവെച്ചായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 202 ക്രോസ് ഗ്രോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പടം. ആൻഡ് അതൊരു വലിയൊരു മൈൽ സ്റ്റോൺ ആണ് മലയാള സിനിമയെ സംബന്ധിച്ച്. ഇത്ര ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്നിട്ടും ആ ഒരു സിനിമ ഇത്ര ഗ്രോസ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് വലിയൊരു സക്സസ് ആണ് അല്ലെ. മോണിറ്ററി വൈസ് വലിയൊരു സക്സസ് തന്നെയാണ്. അപ്പൊ ഈ വീഡിയോ എന്തുകൊണ്ടാണ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്യണം. കാരണം ഇപ്പൊ ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ വേണം, നല്ല എന്താ പറയാ മോണിറ്ററി ഗ്രോസ് ചെയ്യണ ഒരു സിനിമ വേണം. ഈ മോണിറ്ററി ഗ്രോസിന്റെ കാര്യം എന്തുകൊണ്ട് വരുന്നു വെച്ചാൽ, എഗെയിൻ നമുക്ക് നല്ല സിനിമകളുണ്ട് ബാക്കിയുള്ള ഇൻഡസ്ട്രീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കതിന് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും കിട്ടണില്ല. എന്നാൽ പോലും നമ്മളിങ്ങനെ ആഗ്രഹിക്കും. എപ്പോഴും അറിയോ, ഇത് വേറൊരു സ്റ്റേറ്റിലെ ആളെ എടുത്ത് സംസാരിക്കുന്ന സമയത്ത്, ഓ ഇവർക്കൊക്കെ ഉണ്ട്, നമുക്കും ഇങ്ങനെ ഒന്ന് വേണം എന്നുള്ളൊരു തോട്ട് ഉണ്ടാവുമല്ലോ. ഇതെങ്ങനെ എനിക്ക് വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അറിയണ കുറെ പേരുണ്ട്. അപ്പോൾ ഔട്ട്സൈഡ് കേരള പീപ്പിൾ, അവരോട് സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും അവർ പറഞ്ഞ ഒരു കാര്യമാണ്, ബ്രോ മലയാള സിനിമകൾ ഭയങ്കര രസമുള്ള സിനിമകളാണ്, ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമകളാണ്, ഭയങ്കര റിലാക്സ്ഡ് ആയി കാണാൻ പറ്റുന്ന സിനിമകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര വലിയ വലിയ പടങ്ങൾ കണ്ടതിന് ശേഷം കാണാൻ തോന്നുന്ന, ഇടയ്ക്കൊക്കെ കാണാൻ തോന്നുന്നതാണ് മലയാളം എന്ന് പറഞ്ഞു കേട്ടായിരുന്നു. അപ്പോൾ ഒരു കോംപ്ലിമെന്റ് ആണ്, നമ്മളെ നല്ല സിനിമകളാണ്, റിലാക്സ്ഡ് ആണ്. പക്ഷെ അതേസമയം അവർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളൊരു വലിയ പടക്കം നിങ്ങളുടെ അടുത്തൊന്നും വരണം, എന്നാലേ ഇൻഡസ്ട്രി ഒന്നും ഇതാവും. അങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു കുത്തറ ഫീല്. എന്തുകൊണ്ടൊന്നും ചോദിച്ചാൽ അറിയില്ല. കാരണം ഞാൻ ഈ പറയുമ്പോൾ എന്നെ പോലെ ചിന്തിക്കുന്ന കുറെ പേരുണ്ടായിരിക്കും, ചിലപ്പം അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്താണ് ലോക ഇറങ്ങി. എമ്പുരാനൊക്കെ വലിയൊരു മോണിറ്ററി സക്സസ് ആ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലോകയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് പെർട്ടിക്കുലർലി ലോക എന്ന് നോക്കുമ്പോൾ ഈ 202 ക്രോസ് ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ പറയാ 35 ക്രോസ് ആണ് ബഡ്ജറ്റ് വരുന്നത്. അത് അത്രയും കുറവിലാണ് ഇത്ര ഗ്രോസ് ചെയ്തത്. അപ്പോൾ ഞാനിത് വേറെയുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്ത് ആകെ മോശമാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, എന്നാലും ചെറുതായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ പുഷ്പ പോലത്തെ സിനിമയ്ക്കായിട്ടാണ് നമ്മുടെ ഇൻഡസ്ട്രി എന്നുള്ളൊരു സിനിമ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുഷ്പ എന്ന് പറയുന്നത് പുഷ്പ 2 എടുക്കാം ഫോർ എക്സാമ്പിൾ, 400 to 500 ക്രോസ് ആണ് അതിന്റെ ബഡ്ജറ്റ് എന്നുള്ള, അതൊക്കെ ഗൂഗിൾ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒഫീഷ്യലി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഒഫീഷ്യലി ഒരു കാര്യം ഉറപ്പാ, 1800 മുകളിൽ അവർ ഗ്രോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഗ്രോസ് ചെയ്ത ഫിഗറും ഈ ഇൻവെസ്റ്റ് ചെയ്ത ഫിഗറും വെച്ചിട്ട് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ലോകയ്ക്കാണ് കൂടുതൽ ROI ഉള്ളത്. അപ്പോൾ ടെക്നിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകയ്ക്കാണ് കളക്ഷൻ വൈസ് ന്യൂമറിക്കലി ഒരു എന്താ പറയാ മോണിറ്ററി സക്സസ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ള സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ. ഇതെന്താന്ന് വെച്ചാലേ, ഞാൻ പറയാണ്, ഞാൻ 1500 രൂപ സ്റ്റോക്ക് മാർക്കറ്റിന് ഏൺ ചെയ്തു. അപ്പൊ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1499 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ എന്താ അവരെ കാര്യങ്ങൾ. കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറെ റിട്ടേൺ കൊണ്ടുവന്നിട്ട്, ഓക്കെ ഇന്ത്യയിൽ എത്ര വലിയ സിനിമ എന്ന് പറയണേക്കാട് നല്ല കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഇത്ര കൊണ്ടുവരാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോണ്ടന്റ്, നമ്മുടെ ഒരു ഓഡിയൻസ്, നമ്മുടെ ഒരു സിനിമ
കാണാൻ വരുന്നത്, ഐ മീൻ അഗൈൻ ഓഡിയൻസ് അവരെ ഒരു പവർ ആലോചിച്ച് നോക്കി, ബാക്കിയുള്ള ഇൻഡസ്ട്രീനെക്കാളും കൂടുതലാണ്. അപ്പോൾ ഇതൊന്നും ഒരു കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല സത്യം പറ. അവിടെയും കോണ്ടന്റ് വൈസും നമുക്കും കുറെ അപ്പർ ഹാൻഡ് ഉണ്ട് ബാക്കിയുള്ള ഇൻഡസ്ട്രീനെ പോലെ തന്നെ. അപ്പോൾ ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ പലരും കേട്ടിട്ടുണ്ട്, മലയാളം ഇൻഡസ്ട്രി അവിടെ ഉണ്ട്, ഒരു 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 സ്പാർക്ക് വന്നാൽ മതി. നമുക്കങ്ങനെ വരേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് സ്പാർക്ക് ഉണ്ട്, നമ്മുടെ കയ്യിലെ സാധനങ്ങളുണ്ട് ആൻഡ് വരും. ഇനിയിപ്പോൾ ലോകയുടെ തന്നെ അടുത്ത പാട്ട് വരട്ടെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇനി എന്താ ആവാൻ പോണതെന്നുള്ളത്. ആൻഡ് അവരെ 5 പാർട്ടാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് ഒരു 2-3 ആഴ്ച സിനിമ ഇറങ്ങിയിട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അതിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും. എന്നാൽ തന്നെ ഒരു സ്പോയിലർ അലേർട്ട് ഇട്ടിട്ടാണ് ആ വീഡിയോ ചെയ്യാൻ പോണത്. സോ ഇത്രയൊക്കെ പറയാനുള്ളൂ. ആൻഡ് വെരി ഹാപ്പി ദാറ്റ് അവർ ഇത്രയും അടിപൊളിയായിട്ട് അത് ചെയ്തു. പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ റിവ്യൂ ഇട്ട സമയത്ത് പറയാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഇതിൻ്റെ റൈറ്റർ ആക്ച്വലി ഡൊമിനിക് അരുൺ ആൻഡ് ശാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളും കൂടെ ഉണ്ടായിരുന്നു. അത് അവരുടെ പേര് ഞാൻ മിസ് ഔട്ട് ചെയ്തു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി കൂട്ടിയിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. ആൻഡ് എനിക്ക് തോന്നിയിട്ടില്ല, ഐ മീൻ സ്റ്റോറിയും സ്ക്രിപ്റ്റൊക്കെ എഴുതിയത്. ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇത് എങ്ങനെയായിരിക്കും അവർ ഇമാജിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് ഇനി 5th വരെ എത്തുമ്പോൾ എങ്ങനെ ഓരോ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുള്ളത്. കാരണം ഞാൻ ഒരു വട്ടം കണ്ടു, 2ാമത്തെ വട്ടം കണ്ടപ്പോൾ കുറേ കാര്യങ്ങളൊന്നും മനസ്സിലായി. ആൻഡ് നമ്മളറിയാതെ തന്നെ കുറേ പോർഷൻസിൽ കുറേ എന്താ പറയുക ഈസ്റ്റർ എഗ്സ് കാര്യങ്ങളൊക്കെ അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക ഒരു ഷാഡോ ആവട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഇനീഷ്യൽ ടൈറ്റിൽ കാർഡിൽ കാണിച്ച കാര്യങ്ങളാവട്ടെ, എല്ലാത്തിലും എന്തൊക്കെയോ അടുത്ത പാർട്ടിലൊക്കെ വരാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ ഇമാജിൻ ചെയ്ത് അവരത് കൊണ്ടുവന്ന രീതി അത് വലിയൊരു സംഭവമാണ്. അവർ എന്താ പറയുക ഇത്രയും ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ തന്നെ അതിൻ്റെ 1 രൂപ പോലും മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ നമുക്ക് എവിഡൻ്റ് ആണ്. ആൻഡ് അതിൽ ആക്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത് കല്യാണി റിവ്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, കല്യാണി അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. കല്യാണിയുടെ പ്രത്യേകിച്ച് ആക്ഷനും അതുപോലെ ആറ്റിറ്റ്യൂഡും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആലോചിച്ചിരുന്നു വേറൊരു ആക്ടറിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ഈ ഒരു റോള്. അപ്പോൾ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു, കല്യാണി പറയണ എനിക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായി ഈ സിനിമ ചെയ്യണതിൻ്റെ മുൻപേ, പക്ഷേ ചെയ്ത് വരുമ്പോൾ അത് ഓക്കെ ആയി തോന്നിയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആള് ഭയങ്കര എന്താ പറയാ, ഇപ്പൊ സാധാരണ നമ്മളൊക്കെ ഉള്ള പോലെ തന്നെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവുമോ എന്നുള്ള പോലെയാണ് ആളും അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ചെയ്തു വെച്ച കാര്യം എന്താ അടിപൊളിയായിരുന്നു. ആൻഡ് അതിനെ വലിയൊരു ഒരു എന്താ പറയാ സൈഡ് ഡയറക്ടറും എന്താ ഹോൾഡ് ചെയ്യേണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നല്ല രീതിയിൽ അവരുടെ കഴിവുകൾ യൂസ് ചെയ്തിട്ടുള്ള അവരെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു പീക്ക് ലെവൽ പടമാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. നെസ്ലൻ ആവട്ടെ, ചന്തു ആവട്ടെ, ചന്തുവിന്റെ മുന്നത്തെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പടത്തിലേക്ക് വരുമ്പോൾ കുറെ സംഭവങ്ങളുണ്ട്. എക്സ്പ്രഷൻസ് ആവട്ടെ, ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പറയുന്നു, ഇത് സലീം കുമാർ അതേപോലെ സംഭവം വരികയാണല്ലോ എന്നുള്ളത്. ഇതൊരു പോരായ്മയായിട്ടല്ല കേട്ടോ പറയണത്, നല്ല രസമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ആൻഡ് ഓരോ ക്യാരക്ടേഴ്സ്, പിന്നെ അവരുടെ കൂടെയുള്ള കുര്യൻ, അവനൊന്നും ഞാൻ ഇങ്ങനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിലേക്ക് വന്ന സമയത്ത് ആളൊക്കെ എന്ത് അടിപൊളിയായിട്ടാണ്, നിസാറായിട്ടാണ് കോമഡിയൊക്കെ ചെയ്തു പോയത്. മീൻസ് കോമഡിക്ക് വേണ്ടി കോമഡി അല്ല, അത് ആ ഫ്ലോയിൽ ഇങ്ങനെ വന്നേ പോവാണല്ലോ. അപ്പൊ കൂടുതൽ സമയം ഇങ്ങനെ സംസാരിച്ച് പോകണില്ല, വേഗം വൈൻഡപ്പ് ചെയ്യാം. എന്തിനാണ് ഈ വീഡിയോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തന്നെ ഇപ്പൊ തോന്നി തുടങ്ങി, അങ്ങനെ ഒരേ ഇതിൽ പോവല്ലേ. അപ്പോൾ ഇത് 202 crores ഗ്രോസ് ചെയ്തു എന്നുള്ള അപ്ഡേറ്റ്. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഇതിൻ്റെ റൈറ്റർ ശാന്തി അവരെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി റിവ്യൂവിൽ. അപ്പോൾ അതൊന്ന് മിസ് ഔട്ട് ആയിപ്പോൾ, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആൻഡ് ജസ്റ്റ് ടു താങ്ക് കാസ്റ്റ് ആൻഡ് ക്രൂ ഫോർ മേക്കിംഗ് സച്ച് എ മാസീവ് മൂവി, അല്ലെങ്കിൽ സച്ച് എ ബ്യൂട്ടിഫുൾ മൂവി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും വരാണ് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടെ കാണാൻ ചിലപ്പോൾ പോവും, ഉറപ്പായിട്ടും പോവും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. അപ്പം നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എടുത്ത് പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതിന്റെ ഫേസ് എന്ന് പറയാനായിട്ടുള്ള ഡയറക്ടർ, റൈറ്റർ, അതേപോലെ എന്താ പറയുക പ്രൊഡ്യൂസർ, ആക്ടേഴ്സ്, ഇവരെ പേരിൽ എല്ലാവർക്കും എന്താ പറയുക ഒരു വലിയൊരു താങ്ക്സ് കൊടുക്കുകയാണ്. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അഗെയിൻ താങ്ക് യു ഫോർ മേക്കിംഗ് സച്ച് എ ഗ്രാൻഡ് ബിഗ് സ്കെയിൽ മൂവി. അപ്പോൾ ഉഷാറാവട്ടെ എല്ലാം. അടുത്ത പാട്ടും ഞാൻ വെയിറ്റിംഗ് ആണ്, നിങ്ങളും വെയിറ്റിംഗ് ആണെന്ന് അറിയാം. അപ്പോൾ എവിടെ ഒരു സന്തോഷം, എന്താ ഒരു നമ്മുടെ പടം ഇത്ര അടിപൊളിയാണ് എന്ന് പറയുമ്പോൾ അത് ഞാനിങ്ങനെ പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് കണക്ട് ആവും എന്നുള്ള അറിയില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കണ കുറച്ച് ആൾക്കാരുണ്ടാവും, അവർക്ക് ഡെഫിനറ്റ് ആയിട്ട് അത് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ അത്രയേ ഉള്ളൂ. ആൻഡ് പുതിയ വീഡിയോസ് ആയിട്ട് വരും, പുതിയ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ അടുത്തന്നെ ഞാൻ കാത്തിരിക്കണ വേറൊരു തെലുഗു മൂവി എന്ന് പറയുന്നത് ഓജി ആണ്. ഓജി കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടീസറും ട്രെയിലറും ഇല്ല, ടീസർ മാത്രം, ഗ്ലിംസ് മാത്രമേ അവർ വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ആൻഡ് ആ സിനിമ എന്തായാലും കാണാൻ പോകും. അപ്പോൾ അതിൻ്റെ റിവ്യൂ, ബാക്കിയുള്ള സിനിമകളുടെ റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ കൂടെ ഇടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഹാവ് എ നൈസ് ഡേ. ബൈ.